ഹായ് പറ. നമ്മൾ എവിടെ പോവാണ്? എവിടെ പോണ്? അങ്ങനെ നമ്മളിതാ ബേപ്പൂര് ബീച്ചിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫാറൂഖിന് ചേച്ചി ഏട്ടന് മക്കളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് അവരെ മീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിതാട്ടോ അവരെ കണ്ടുമുട്ടി. അപ്പോൾ നമുക്ക് ബേപ്പൂര് ബീച്ച് എത്തിയിട്ട് ബാക്കി വിശേഷമൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബീച്ച് എത്തിയിട്ടോടെ. ഇവിടെ കടലുണ്ട്, ലൈറ്റുണ്ട്, പീഡിയകളുണ്ട്. കിട്ടിയോ? അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതേട്ടൻ വരികയാണ്. മോൾക്ക് അതൊക്കെ കണ്ടൊക്കെ ഭയങ്കര സന്തോഷം. ഓളിതാ ഓടിച്ചാടി കളിക്കാണ്. അവളോടൊപ്പം ഇതാ ഉണ്ണിക്കുട്ടനും ഉണ്ട്. ഓനും ഓളും ഭയങ്കര കളിയിലാണ്. അപ്പം നമ്മളിതാ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കാണ് ഇതാ ഒരു പീഡിയ കണ്ടത്. അപ്പോൾ മോളും അങ്ങനെ വാശി പിടിച്ചപ്പോൾ ഓൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി കയറിയാണ് പീടിയിൽ. മക്കളുടെ പേരും പറഞ്ഞ് ഞങ്ങളിതാ ഓരോന്നൊക്കെ വാങ്ങി ഞങ്ങളും കൂടി തിന്നുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. അവളിതാ വെള്ളം കണ്ടതും വെള്ളത്തിലേക്ക് ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതോടെ അങ്ങനെ ഡ്രസ്സൊക്കെ അയച്ച് കടലിലേക്ക് കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ത്രില്ലിലാണ് അവൾ. അപ്പൊ നമുക്ക് ഇന്ന് എഴുതി ചോദിക്കുക. ചോദ്യം ചെയ്തുണ്ട്, പരശുരാമനോട് തോറ്റ കടൽ. അങ്ങനെ എഴുതിച്ചാൽ അത് കടലൊന്ന് മായ്ക്കുന്നതാണ് നമ്മുടെ. എഴുതി ചോദിക്കടി. കണ്ടോ അവിടെ എത്തി. ഞാൻ പറയട്ടെ, നമ്മള് കടലിനോട് പറയാം. കടലമ്മക്ക് ദേഷ്യം വന്നിരിക്കുന്നു ഗായ്സ്. അതാ അടുത്തതായി വരുന്നുണ്ട് ഗായ്സ്. വായിക്കാൻ പറ്റും. കടലിലെ കളിയൊക്കെ കയ്യില്ല വായിക്കാൻ കയ്യില്ല. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ കടലിനെ കളിയാക്കുക കേട്ടോ. വായിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോരോ കളിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ലൊരു സന്തോഷത്തിലാണ്. ഇവരിതാ ഇവിടെ ഭയങ്കര കളിയിലാണ്. ഇവിടെ വേറെ ഒരുത്തരും ഇവിടെ ഇതാ ആമുണ്ടാക്കി കളിക്കുകയാണ്. എല്ലാവരും ഓരോരോ പരിപാടിയിലാണ്. ഇതെന്താണെന്ന് പറയണം ഗായ്. ആരും തരുന്നുണ്ടാവില്ല. ഓവർ വേണ്ട. തല നറുകണ്ണൻ, കടുവ,
അടുക്ക് ഇത് അമ്മേൻ്റെ അടിപൊളിയല്ലേ സാധനങ്ങളോ നോക്ക് തന്താ അയ്യോ കഷ്ടപ്പെട്ടില്ല കഷ്ടപ്പെട്ടില്ല കലാവാസന ഒരാളെ ഇതാ നമ്മളിതാ മണ്ണിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ശരിയാണ് ശരിയാണ് വലുതാവട്ടെ കേട്ടോ. ആ വലുതായി 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 വലിയ കുട്ടിയായിപ്പോ. ചെടി ഒരു കൈ നീച്ച് വലിയ കൈ നീച്ച് കുഞ്ഞിക്കാൽ നീച്ച് കുഞ്ഞിക്കാൽ നീച്ച് കുഞ്ഞിക്കാൽ നീച്ച്. ആ നീ വെള്ളത്തിൽ മുങ്ങുക എന്നാ ഓടിവാ ഇപ്പൊ വേണ്ടി തോന്നും. പഴനിയിലേക്കുള്ള വരവാ. അപ്പൊ കടലിൽ നിന്ന് ഞങ്ങൾ കയറിയത് ഇപ്പൊ എന്തെങ്കിലും കഴിക്കട്ടെ വേണ്ടിട്ട് പോവാണ്. കുട്ടിക്ക് പൊന്നെ കുട്ടിക്ക് മേടിച്ചോട്ടാ. കുറച്ചേക്ക് അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് വാങ്ങിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് ഐസ് കരുതി, ബാക്കി എല്ലാവർക്കും ഐസ്ക്രീം, ഉപ്പിലിട്ടത് അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിക്കുകയാണ്. ഞങ്ങളത് റീൽസ് എടുത്തിട്ട് വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ മക്കളിത് റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാൻ. ഇത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ഒരു മന്തിക്കടയിലേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അതാ ചേച്ചി ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിതാ വണ്ടി സൈഡാക്കി ഞങ്ങളിതാ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക, കാരണം ഫുഡൊക്കെ താമസിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ വടായി പൊട്ടിച്ചിരിക്കുകയാണ്. അമ്പോ ഇത് ഞങ്ങളുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.